ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ഹോം മെയ്ഡ് നെയ്യാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളിവിടെ പശുവും പാല് വാങ്ങുന്നുണ്ട്. അതിൽ നിന്ന് പാല് കാച്ചിയ ശേഷം ക്രീം ഇങ്ങനെ അരിച്ച് ഒഴിച്ച് ഫ്രീസറിൽ വെക്കാറുണ്ട്. അങ്ങനെ ക്രീമൊക്കെ നിറഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ക്രീം അടിക്കാനായിട്ടാണ് പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് ഐസ് ക്യൂബ് എടുത്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രീം ഒന്ന് കുറേശ്ശായിട്ട് ഈ ജാറിലിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. 2 സ്റ്റെപ്പായിട്ടാണ് അടിക്കുന്നത്. അങ്ങനെയെല്ലാം ഇട്ടിട്ടുണ്ട് ഇതിലോട്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സിയിലോട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് ക്രഷ് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലാണ് അടിക്കാവുള്ളത്. അങ്ങനെ ബട്ടറൊക്കെ നല്ല മേളിൽ വന്നിരിപ്പുണ്ട്. നമുക്കതിനെ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്യാം നമുക്ക്. അങ്ങനെ കംപ്ലീറ്റ് ബട്ടറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബട്ടർ ഇതിൽ നിന്ന് തന്നെ എടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തീ ഒന്ന് കത്തിച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ പാനൊന്ന് വെച്ച് കൊടുക്കാം. എല്ലാം നന്നായി മെൽറ്റായ ശേഷം തീ ചെറിയ രീതിയിൽ തന്നെ ഇരുന്നാൽ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ നെയ്യ് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡിലൊക്കെ ഉള്ളത് നമുക്കൊന്ന് ഇതാക്കി കൊടുത്ത് മൊത്തത്തിലൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എല്ലാവരും ഇതുപോലെ നെയ്യ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യൂ. നമുക്ക് കിട്ടുന്ന നല്ല കട്ടിപ്പാലാണ്. അതുകൊണ്ടാണ് നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ എടുക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങാറേ ഇല്ല. വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നെയ്യ് പാകമായിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് താഴെ ഇറക്കി വെക്കാം. ഇതിന് തണുത്ത ശേഷം മാത്രമേ നമുക്കിനി കുപ്പിയിലോട്ടൊന്ന് അരിച്ചൊഴിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നേരത്തെ തന്നെ കുപ്പിയൊക്കെ കഴുകി റെഡിയാക്കി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ടൊന്ന് അരിച്ചൊഴിക്കാം. ഇത് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെയ്യാണ്. ബാക്കിയിരിക്കുന്ന ഇതിലേക്ക് അഴിച്ചു കഴിക്കാൻ പോവുകയാണേ. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇതിലിരിക്കുന്ന ഈ സാധനം നമ്മൾ
ഇത് ആ പാനിൽ ഇട്ട് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇടും, പിന്നെ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കഴിക്കും. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഹോം മെയ്ഡ് നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ പാല് കിട്ടുന്നവരാണെങ്കിൽ ഇതുപോലെ നെയ്യ് ഉണ്ടാക്കുക. കെമിക്കലില്ലാതെ തന്നെ നമുക്ക് നെയ്യ് ഉപയോഗിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.